പുതുപ്പള്ളിയിലെ പോരാട്ടത്തിന്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ശ്രീജിത്താണ് ഞങ്ങളോടൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, നമുക്ക് നൽകിയൊരു പ്രതികരണം, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നൽകിയൊരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥി അതീവ ഗൗരവമുള്ള ആരോപണങ്ങളായിരുന്നു പുതുപ്പള്ളിയിൽ അദ്ദേഹം ഉന്നയിച്ചത്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ട്രസ്റ്റിന്റെ പേരിൽ നടത്തുന്ന ഇടപാടുകളുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതിനോട് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം എങ്ങനെയാണ്? ഇത്തരം വാദപ്രതിവാദങ്ങൾ യഥാർത്ഥത്തിൽ ഏത് തരത്തിലാണ് പുതുപ്പള്ളിയിൽ പ്രതിഫലിക്കുന്നത്? അഭിലാഷേ, ചാണ്ടിയുമ്മന്റെ പ്രതികരണമാണ് ഇതിനകം തന്നെ വ്യക്തമായിരിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തെളിയിക്കട്ടെ എന്ന ആരോപണമാണ്. ഇതിലൊരു പ്രധാനപ്പെട്ടത്, നമ്മൾ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ സ്ഥാനാർത്ഥികൾ തമ്മിലൊരു വാക്പോര് അങ്ങനെ നേരിട്ടുണ്ടാകുക, രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാകുക, അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുക, അങ്ങനെയുള്ളതൊന്നും എവിടെ നടക്കില്ല. എല്ലാ സ്ഥാനാർത്ഥികളോടും മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ സ്ഥാനാർത്ഥികളെ ഒരാളെയും വ്യക്തിപരമായി പറയാനില്ല എന്ന മുഖവരിയോട് കൂടിയാണ് എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും സംസാരിക്കുന്നത്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ അനുഭവം. പക്ഷേ പുതുപ്പള്ളിയിൽ കുറച്ചുകൂടെ ചൂടുപിടിച്ച രാഷ്ട്രീയത്തിലേക്ക് പുതുപ്പള്ളിയെ കൊണ്ടുവരാൻ CPM തയ്യാറാകുന്നു എന്നതാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. കാരണം CPMന്റെ സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണൻ തന്നെയാണ് ചാണ്ടിക്കെതിരെ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം വീണ്ടും ആവർത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഈ ഉമ്മൻചാണ്ടിയുടെ സ്മരണ വിൽക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം ചാണ്ടി ഉമ്മൻ എന്നതായിരുന്നു ആദ്യ ആവശ്യം. അതിന് പിന്നാലെ ഈ ഫണ്ട്, ഈ ഉമ്മൻചാണ്ടി ട്രസ്റ്റിന്റെ പേരിൽ വരുന്ന ഫണ്ട് ഇവിടെ പോകുന്നതെന്ന് തുടങ്ങിയ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ചാണ്ടി ഉമ്മനെ തുടക്കത്തിൽ തന്നെ, ഒരു 2.5 വർഷം മാത്രമായ ഒരു MLA ആണ്, തുടക്കത്തിൽ തന്നെ ആക്രമിച്ചുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന തന്ത്രം തന്നെയാണ് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ. അതായത് കിഫ്ബിയിലൂടെ ഒരു ആപ്ലിക്കേഷൻ പോലും പുതിയ പ്രൊജക്റ്റിനായി ചാണ്ടി വെച്ചില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മണ്ഡലത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അങ്ങനെ മണ്ഡലത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന തരത്തിലുള്ള ഒരു പ്രചരണത്തിന് ഇടതുമുന്നണി തുടക്കമിടുകയാണ്. പക്ഷേ ചാണ്ടിയുടെ ശൈലി മറ്റൊന്നാണ്. അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് വല്ലാതെ എത്താൻ ശ്രമിക്കുന്നു, ജനങ്ങളുടെ വലിയ സ്വീകാര്യത നേടിയെടുക്കുന്നു എന്ന യാഥാർത്ഥ്യം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഏറ്റുമുട്ടലിനൊടുവിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വലിയ ആവേശത്തിലാണ് പുതുപ്പള്ളി ഉള്ളത്. എന്തായാലും ഇത്തവണ SIRലൂടെ ഒരുപാട് വോട്ടുകൾ, 10,000-ഓളം വോട്ടുകൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഭൂരിപക്ഷം കുറയും എന്നൊക്കെയാണ് ഒരു ഘട്ടത്തിൽ ചാണ്ടി പറഞ്ഞിരുന്നത്. എന്തായാലും രാഷ്ട്രീയമായി മേൽക്കോയ്മ നേടിയെടുക്കുക പതുക്കെ ആ മണ്ഡലത്തിൽ എന്ന തന്ത്രമാണ് ഇപ്പോൾ എന്തായാലും LDF അവിടെ പയറ്റാൻ തുടങ്ങിയിരിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് UDF സ്ഥാനാർത്ഥി ചാണ്ടി നൽകുകയും ചെയ്യുന്നത്. അഭിലാഷ്, പുതുപ്പള്ളി എന്നത് കാലങ്ങളായി UDFന്റെ കോട്ടയാണ്. ആ പേരിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടുള്ളൊരു പേരായിരുന്നു ഉമ്മൻചാണ്ടിയുടേത്. ആ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലം മകനിലൂടെ നിലനിർത്തുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.